ദക്ഷിണാഫ്രിക്കൻ പര്യടനത്തിന് ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ടീം തയ്യാറെടുക്കുമ്പോൾ ആവേശം നിറഞ്ഞ ഒരു പരമ്പരയാണ് കായിക ലോകം ഉറ്റുനോക്കുന്നത്. 3 ഏകദിനങ്ങളും 3 T20 മത്സരങ്ങളും ഉൾപ്പെടുന്ന ഈ പരമ്പര ഓഗസ്റ്റ് 10-ന് ആരംഭിക്കും. ക്രിക്കറ്റിന്റെ ഈ 2 ഫോർമാറ്റുകളിലും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിവുള്ള ഒരു യുവത്വവും അനുഭവ സമ്പത്തും സമന്വയിപ്പിച്ച ടീമിനെയാണ് ഓസ്ട്രേലിയ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഓസ്ട്രേലിയയുടെ ലിമിറ്റഡ് ഓവർ ടീമുകളുടെ നേതൃത്വം മിച്ചൽ മാർഷിനാണ്. പരിചയസമ്പന്നനായ പാറ്റ് കമ്മിൻസിനും മിച്ചൽ സ്റ്റാർക്കിനും വിശ്രമം അനുവദിച്ചതോടെ യുവനിരയെ നയിക്കുക എന്ന വലിയ ദൗത്യം മാർഷിന്റെ ചുമലിലായി. ഒരു ഓൾറൗണ്ടർ എന്ന നിലയിൽ ബാറ്റിംഗിലും ബോളിംഗിലും മാർഷിന് ടീമിന് സംഭാവന നൽകാൻ കഴിയും. അദ്ദേഹത്തിന്റെ നായകത്വത്തിൽ ടീം എങ്ങനെ പ്രകടനം കാഴ്ചവെക്കുമെന്നത് നിർണായകമാണ്. യുവതാരങ്ങളെ പ്രചോദിപ്പിക്കാനും സമ്മർദ്ദ സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്യാനും അദ്ദേഹത്തിന് കഴിയേണ്ടതുണ്ട്. മുൻനിര ബൗളർമാരുടെ അഭാവത്തിൽ ബൗളിംഗ് ആക്രമണത്തെ നയിക്കുന്ന മാർഷിന്റെ പങ്ക് വലുതായിരിക്കും. വെസ്റ്റ് ഇൻഡീസിനെതിരായ T20 പരമ്പരയിൽ അസാധ്യ പ്രകടനം കാഴ്ചവെച്ച് ശ്രദ്ധേയനായ യുവതാരം മൈക്കൽ ഓവൻ ഏകദിന ടീമിൽ ഇടം നേടിയത് ഓസ്ട്രേലിയൻ ക്രിക്കറ്റിന് പുത്തൻ ഉണർവ് നൽകുന്ന വാർത്തയാണ്. തന്റെ അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ 27 പന്തിൽ 50 റൺസ് നേടി ഓവൻ തന്റെ കഴിവ് തെളിയിച്ചു. 6 കൂറ്റൻ സിക്സറുകൾ ഉൾപ്പെടെയുള്ള ആ പ്രകടനം ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ആരാധകരുടെ മനസ്സിൽ ഇടം നേടി.